ബൗദ്ധത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ലായിരുന്നു വിശ്വനെ പുറത്തിറക്കുക എന്ന്. വേദ കൊണ്ടുവന്ന സാക്ഷിയെ വേദയ്ക്ക് അനുകൂലമാക്കി എടുക്കാനും വേദയ്ക്ക് പറ്റിയില്ല. ശ്രീകാന്ത് അത്രയും വലിയ ചതിയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് വേദയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല വിശ്വനെ പുറത്തിറക്കുന്നത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കോടതിയിൽ വീണ്ടും കൂടും. ഈ കേസ് എടുക്കുമെന്ന് ജഡ്ജി പറഞ്ഞ് കോടതി പിരിയാണ് ചെയ്യുന്നത്. ആകപ്പാടെ എല്ലാവർക്കും വിഷമമാവുകയാണ്. ശ്രീജയാണെങ്കിൽ വിശ്വത്തിനെ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടതിൻ്റെ വിഷമവും, അതുപോലെ തന്നെ അച്ഛനുമുണ്ട് വിഷമം. ആർക്കും സഹിക്കാൻ വയ്യാത്ത ഒരു രംഗമാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ പോലീസ് വിശ്വനെയും കൊണ്ട് പോകുമ്പോൾ ശ്രീജയും വിക്രമും കൂടെ കാണാൻ ചെല്ലുകയാണ് ജീപ്പിൻ്റെ അടുത്തേക്ക്. അപ്പം ഇവരങ്ങോട്ട് ചെല്ലുമ്പം നമ്മുടെ SI ഉണ്ടല്ലോ, അയാൾ ശ്രീകാന്തിൻ്റെ ആളല്ലേ, കൂടുതൽ നിന്ന് സംസാരിക്കാതെ അങ്ങോട്ട് കയറടാന്നും പറഞ്ഞ് വിശ്വത്തിൻ്റെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നിന്ന് ശ്രീജയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ശ്രീജയാണെങ്കിൽ വിശ്വട്ടാന്നും പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പം വിശ്വം പറയാണ്, നീ വിഷമിക്കേണ്ട, എന്നെ വേദ രക്ഷപ്പെടുത്തും, നീ വിഷമിക്കേണ്ട, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് വിശ്വ അന്നേരവും പറയുകയാണ്. SI ആണെങ്കിൽ നമ്മുടെ വിശ്വത്തോട് ദേഷ്യപ്പെടുന്നതൊക്കെ കണ്ടിട്ട് വിക്രമിന് സഹിക്കാൻ പറ്റില്ല. വിക്രമിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നാമത്തെ കോടതി വളപ്പിൽ ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. അപ്പോഴാണ് വേദയാണ് ഇതൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അച്ഛൻ വരികയാണ്. അച്ഛൻ പറയുകയാണ്, അവനതൊന്നും താങ്ങാൻ പറ്റുന്ന ഒരു മനസ്സുള്ളവനല്ല, അവനൊരു പാവമാണെന്ന് അച്ഛൻ പറയുകയാണ്. അപ്പം വേദയ്ക്ക് ഇതൊക്കെ കേട്ട് വിഷമമാവുന്നുണ്ട്. വേദ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അച്ഛൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇങ്ങോട്ട് വന്നിട്ട് പറയും, നീ ഇപ്പം വന്നങ്ങ് ജയിക്കും, അവനെ അങ്ങ് ഇറക്കിക്കൊണ്ട് പോവും എന്നൊക്കെ പറഞ്ഞ് വീൺ പിടിച്ചിട്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ, എവിടെ പോയി നിൻ്റെ ധൈര്യമൊക്കെ, നീ നിൻ്റെ സീനിയർ ചക്രവാണി സാറിന് പേരുദോഷമായി മാറുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ വേദ പറയാണ്, ചേട്ടന് അങ്ങനെ കടന്ന് സന്തോഷിക്കുകയൊന്നും വേണ്ട, സത്യം എന്നായാലും ജയിക്കും. നിങ്ങൾ ഇത്ര വലിയ ചതിക്കുഴി ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എങ്ങനായാലും ഞാൻ ജയിക്കും, കാരണം സത്യം ഒരിടത്തും തോക്കത്തില്ല. അത് ചേട്ടനും അറിയാം, എനിക്കും അറിയാം. ആയിക്കോട്ടെ, നീ പറഞ്ഞതുപോലൊക്കെ നടക്കട്ടെ, നീ അങ്ങ് ജയിച്ച് കാണിക്ക് കേട്ടോ, അപ്പം പറയാം, അപ്പം അന്നേരം കാണാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങ് പോവുകയാണ്. അങ്ങ് വീട്ടിലാണെങ്കിൽ ഇവരെയും കാത്ത് നമ്മുടെ നന്ദിനി അവിടെ ഇരിപ്പുണ്ട്. നന്ദിനിക്ക് അറിയേണ്ടത് വിശ്വേട്ടൻ എന്ത് സംഭവിച്ചു, വേദ ജയിച്ചോ, ആരാണ് കോടതി വക്കീലായിട്ട് വന്നത്, വേദ ജയിച്ചോ, പിന്നെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയിലിരിക്കുകയാണ്. വിശ്വൻ പുറത്തിറങ്ങണമെന്ന് നന്ദിനിക്ക് ആഗ്രഹമൊന്നുമില്ല. എന്നാലും കോടതിയിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ കമലാമ്മ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം പറയാണ്, ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു, 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി വിട്ടേക്കുക വിശ്വത്തെ എന്നൊക്കെ പറയണം. വേദയാണ് വന്നത്, കോടതിയിൽ വന്നത് വേദയാണെന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ വിശദമായിട്ട് പറയണം. ഉടനെ അപ്പോഴത്തേക്ക് അങ്ങോട്ട് നമ്മുടെ ശ്രീജയും വരുന്നുണ്ട്, വിക്രമും വേദയൊക്കെ വരുന്നുണ്ട്. ഞാൻ അന്നേരേ പറഞ്ഞില്ലേ, ഇവക്ക് നമ്മളോടെല്ലാം വിരോധമാണ്, ഇവക്ക് മനസ്സിൽ വെച്ചുള്ള പകയാണ്, വിക്രമനോട് മാത്രമല്ല പക, നമ്മളോടും പകയുണ്ട്. അതുകൊണ്ടാണ് ഇവൾ സ്വയം ആ കേസ് ഏറ്റെടുത്തത്. ഇവൾ ഇന്ന് വരെ ഒരു കേസിന് വേണ്ടി പോലും കോടതിയിൽ പോയിട്ടില്ല. ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതല്ല. അപ്പം തന്നെ നമ്മുടെ കേസ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇവക്ക് നല്ലൊരു വക്കീലിനെ ഏൽപ്പിച്ചാൽ പോരായിരുന്നു. അപ്പോൾ ഇവക്ക് വിക്ഷേട്ടനെ ജയിലിൽ കടത്തേണ്ടത് കൊണ്ടാണ് ഇവൾ ആ കേസ് ഏറ്റെടുത്തത്. ഇങ്ങനെ വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കേണ്ട വന്നത്. ഇനി ആ കേസ് ജയിക്കാൻ പറ്റുമോ? ഇവൾ മനഃപൂർവ്വം ചെയ്തതാണ്. ഇവക്കറിയാമെങ്കിൽ ഇവളെന്തിനാണ് വിശ്വട്ടൻ്റെ കേസ് ഏറ്റെടുത്തത്, ഇവൾക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി എല്ലാവരുടെയും മനസ്സിൽ ഓരോ വിഷം കുത്തിവെക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഏറ്റവും കൂടുതൽ ശ്രീജയുടെ മനസ്സിലാണ്. ശ്രീജയ്ക്ക് ഇതൊക്കെ കേട്ട് ശ്രീജ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടുന്നത് നമ്മുടെ വേദയെ വിഷമിച്ച് ഇങ്ങനെയാണ്. കാരണം വേദയ്ക്ക് ഒരിക്കലും വിശ്വട്ടനെ ഇറക്കാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമമുണ്ട്. അമ്മയും ഒന്നും പറയുന്നില്ല, കമലാമ്മയും ഒന്നും പറയുന്നില്ല. പക്ഷേ വേദ പറയാണ്, നന്ദിനി ഏട്ടത്തി, ഞാൻ എന്തായാലും വിശ്വട്ടനെ ഇറക്കും, അത് ഉറപ്പാണ്. 2 ദിവസം കഴിഞ്ഞ് തുടർവാദം ഉണ്ടല്ലോ, അന്നേരം നോക്കാം എന്ന് പറയണം. അപ്പം അച്ഛൻ പറയുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്ക് എപ്പോഴും ഇങ്ങനെ വേദയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണോ എന്നൊക്കെ അച്ഛനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ്. പിന്നെ കാണിയത് രാത്രിയിലാണ്. നന്ദിനിയുടെ കുത്തുവാക്കൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ച് വേദ ഇങ്ങനെ ഇരിക്കണം. വേദ ആലോചിക്കുകയാണ്, എന്തായാലും വിശ്വട്ടനെ ഇറക്കാൻ പറ്റിയില്ലല്ലോ, ഞാൻ എല്ലാവർക്കും പ്രതീക്ഷ കൊടുത്തതാണല്ലോ വിശ്വട്ടനെ ഇറക്കാൻ പറ്റൂ എന്നൊക്കെ, പക്ഷേ എന്നെക്കൊണ്ട് നടന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിക്രം വന്ന് കയറുന്നുണ്ട്. വിക്രം വന്ന് കയറുമ്പം കാണുന്നത് വേദ കരയുന്നതാണ്. അപ്പം എന്ത് പറ്റി,
തനിക്ക് കരയാനൊക്കെ അറിയാവൂടെ എന്നൊക്കെ ചോദിച്ചാൽ ആദ്യം കളിയൊക്കെ ആക്കുന്നുണ്ട്. അപ്പം വേദ പറയാണ്, എന്നാലും എനിക്ക് വിശ്വട്ടനെ ഇറക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഈ കേസ് ഏറ്റെടുക്കണ്ടായിരുന്നു. വേറെ ആരെങ്കിലും കൊണ്ട്, നല്ലൊരു വക്കീലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ശ്രീയേട്ടനെ ഇത്ര വലിയ ചതി കാണിക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയണം. അപ്പം നമ്മുടെ വിക്രം ആശ്വസിപ്പിക്കുകയാണ്, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടില്ലേ, നമുക്ക് നോക്കാം. ഇത് എങ്ങനെ വരുന്നു നോക്കാം. തൻ്റെ കൂടെ ഞാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വിക്രം വേദയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം വേദയ്ക്ക് ഒരു സമാധാനമായി. പിന്നെ അവരുടെ ശ്രമം ഒരു തെളിവ് കണ്ടെത്തുക. ഇതിനെതിരെ തെളിവില്ലാതെ കോടതിയിൽ പോയിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം. തെളിവ് കണ്ടെത്തുക, ശ്രീകാന്താണ് ഇത് ചെയ്യിപ്പിച്ചത് എന്നതിനുള്ള തെളിവ് കണ്ടെത്തുക. അങ്ങനെ വേദയുടെ വഴിക്കും വിക്രമിൻ്റെ വഴിക്കും അന്വേഷണം തുടങ്ങി. അപ്പം നമ്മൾ കോടതിയിൽ വന്ന് ആ മാനേജറിനെ നമ്മൾ വേദ പോയി കാണുകയും കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ആദ്യമൊന്നും പറയുന്നില്ല, പിന്നെ ഇതെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, മാഡം, എനിക്കാണെങ്കിൽ സാറ് പറയുന്നത് കേൾക്കാൻ പറ്റും. എൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടല്ലേ, സാറ് പറഞ്ഞതുപോലാണ് ഞാൻ അവിടെ വന്ന് പറഞ്ഞത്. ഞാനിതിനകത്ത് ഒരു പങ്കുമില്ല. എനിക്ക് ദോഷം വരുന്നൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വേദയെല്ലാം കേട്ട് വേദയ്ക്ക് ഇപ്പം കാര്യം മനസ്സിലായി. വിക്രം നമ്മുടെ ശ്രീകാന്ത് എന്താണ് ചെയ്തതെന്നും ഈ കേസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വേദയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പം അവർ രണ്ടുപേരും കൂടെ ആലോചിച്ച്, ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ പൈസ കൊടുത്ത് വിട്ട മാനേജറിനെ പൊക്കണം. അയാൾക്ക് വഴി അറിയത്തുള്ളൂ ഇപ്പോൾ ആ പൈസ എവിടെയാണെന്നും ആരുടെ കയ്യിലാണെന്നും ഒക്കെ അറിയാൻ പറ്റണമെങ്കിൽ അയാളെ പൊക്കണം. അങ്ങനെ അയാളെ ചെന്ന് നമ്മുടെ വിക്രം പൊക്കുന്നു. വിക്രം അത് ഇടിച്ച് പഞ്ചറാക്കി ആണ് കൊണ്ടുവരുന്നത്. അയാളെ പഞ്ഞിക്കിട്ടാണ് കൊണ്ടുവരുന്നത്. വിക്രമിൻ്റെ കൂടെ ഉള്ളവർ എല്ലാവരും കൂടെ അയാളെ പൊക്കിക്കൊണ്ടുവരുന്നത് വിക്രമിൻ്റെ അടുത്ത് കൊണ്ടുവരും. വിക്രം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വിക്രമിനെ പിടിച്ച് അയാൾ സത്യസന്ധമായ എല്ലാ കാര്യവും പറയുന്നുണ്ട്. പൈസ കൊടുത്ത് വിട്ടെന്നും അവിടെ പൈസ അടിച്ചു മാറ്റിയതും അതിപ്പോൾ ശ്രീകാന്തിൻ്റെ വീട്ടിലുണ്ടെന്നും ഒക്കെ എല്ലാം പറയുന്നുണ്ട്. നമ്മുടെ ആ മാനേജർ വിക്രമിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടുതൽ തെളിവിന് വേണ്ടി ശ്രീകാന്തിൻ്റെ വീട്ടിൽ കയറണമെന്ന് അവർ ഉറപ്പിക്കണം. അങ്ങനെ വിക്രം അതിന് പോകുമ്പോൾ വേദ പറയണം, ഞാനും കൂടെ വരുന്നുണ്ട്. അന്നേരം വിക്രം പറയണേ, എടി എരുമേ, ഇത് പിടിക്കെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അപ്പോൾ വേദ പറയുന്നത്, അത് കുഴപ്പമില്ല, ഈ പോത്തിൻ്റെ കൂടെ ഈ എരുമയും കൂടി ഇരിക്കട്ടെ. അങ്ങനെ പോത്തൊറ്റയ്ക്ക് പോകണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ആദ്യം CCTV അടിച്ച് തകർക്കണം. അവരങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയായി. അത് കുറേ കോമഡിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞെറിഞ്ഞ് CCTV പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ CCTV അടിച്ച് പൊട്ടിച്ച് അങ്ങനെ അകത്ത് കയറുകയാണ്. അവിടെ കയറി മുഖംമൂടിയൊക്കെ ഇട്ട് രണ്ടുപേരും കൂടെ അകത്ത് കയറി ലോക്കറൊക്കെ തുറന്ന് ക്യാഷൊക്കെ എടുക്കുകയാണ്. വേണ്ടുന്ന തെളിവെല്ലാം ഒപ്പിച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ശരിയായ മാർഗത്തിലൂടെ അല്ല ഇത് നടത്തുന്നതെന്ന് വേദയ്ക്കറിയാം. പക്ഷേ ഇവിടെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും വിഷയത്തെ പുറത്തിറക്കാൻ പറ്റത്തില്ലെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് അവർ വളഞ്ഞ വഴി തന്നെ ശ്രമിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ വിക്രമാണെങ്കിൽ നേരെ പോയി നമ്മുടെ ശ്രീകാന്തിൻ്റെയും ഭാര്യയുടെയും വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് ബെല്ലടിക്കുമ്പോൾ ഇവരൊന്ന് തുറക്കുവാണ്. അപ്പം എന്നിട്ട്, ആരാ, നീ എന്തിനാടാ ഇവിടെ വന്നത് എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ശ്രീകാന്തിനെതിരെ തെളിവ് കിട്ടിയ കാര്യം ഞാൻ പറയുന്ന പോലൊക്കെ തന്നെ കോടതി വന്ന് പറയാവൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിക്രമും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് ഒന്ന് പേടിച്ചിട്ടുണ്ട്. ശ്രീകാന്തിനെതിരെ കൃത്യമായ തെളിവുകളുണ്ട്. കൂടുതൽ തെളിവുകൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ശ്രീകാന്ത് ഉള്ളിലാവുന്ന രീതിയിലുള്ള തെളിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേന്ന് കോടതിയിലാണെങ്കിൽ കോടതി പോകുന്നതിന് മുമ്പ് നമ്മുടെ നന്ദിനി വീണ്ടും ചൊറിഞ്ഞുകൊണ്ടില്ലേ വേദയെടുത്ത്, ഇന്നും പോകുന്നത് വിശ്വട്ടനെ ഇറക്കാനാണോ ജയിലിലാക്കാനാണോ പോകുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ചൊറിയുന്നുണ്ട്. അപ്പം നന്ദിനി പറയുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട് നന്ദിനി ഏട്ടത്തി, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടി വരും. അത് ഞാൻ കൂടുതലിപ്പം ചോദിക്കില്ല, പോയിട്ട് വരട്ടെ എന്ന് പറയാണ്. അപ്പം നന്ദിനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നന്ദിനി ഇങ്ങനെ പേടിച്ച് ഉറച്ചിരിക്കുക. നന്ദിനിയുടെ കൈ കള്ളത്തരം ഉണ്ടല്ലോ. അപ്പം വേദ ഉദ്ദേശിച്ചത് ഫ്ലാറ്റിന് വേണ്ടി ഒപ്പിട്ട് കൊടുത്ത പേപ്പർ എങ്ങനെ 5 ലക്ഷത്തിൻ്റെ അഡ്വാൻസായി മാറി, 5 ലക്ഷം അഡ്വാൻസ് കൊടുത്ത പേപ്പറായി മാറി എന്നറിയാൻ വേണ്ടി. അത് ഇവർ തന്നെയാണ് വിനായകനാ ചെയ്തതെന്ന് ഏകദേശം വേദയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. വേദ കണ്ടായിരുന്നല്ലോ ഒന്ന് സൈനിട്ട് കൊടുക്കുന്നത്. അപ്പം വേദയ്ക്ക് അറിയാം അത് വിനായകൻ വഴിയാണ് സംഭവിച്ചതെന്ന്. അങ്ങനെ കോടതിയിലാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെ പൊരിക്കുകയാണ് വേദ.
അപ്പം നമ്മുടെ ശ്രീകാന്തിന് ഉത്തരമൊന്നും പറയാൻ പറ്റാതായി. അവസാനം വേദ തന്നെ കോടതിയിൽ ജയിക്കുന്നുണ്ട്. അപ്പം വിക്രം അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്, കണ്ടോ എന്ന രീതിയിൽ മുഖം വെച്ച് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ വിക്രം. അപ്പം അവസാനം ചോദിക്കുകയാണ്, എങ്ങനെയാണ് 5 ലക്ഷം അഡ്വാൻസ് കൊടുത്തെന്ന രീതിയിൽ ആരാണ് ഇത് ഒപ്പിട്ട് തന്നെ എന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് തന്നത് ആരാണ്, വിശ്വനെ ഒപ്പിടിപ്പിച്ച് തന്നത് ആരാണെന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ വേദ. അങ്ങനെ സത്യങ്ങളെല്ലാം അവസാനം തെളിഞ്ഞു വരികയാണ്. അങ്ങനെ നമ്മുടെ വിശ്വൻ പുറത്തിറങ്ങുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വേദയ്ക്ക് മനസ്സിലാവുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേദയെ സഹായിച്ചത് വിക്രമാണെന്ന്. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മൊത്തം വിക്രമനാണെന്നും തന്നെ ജയിക്കാൻ സഹായിച്ച വിക്രമാണെന്നും വേദയ്ക്ക് മനസ്സിലാവുകയാണ്. ഇതൊക്കെയാണ് വരും എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.